ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗൈസ്, വെൽക്കം ടു ഫുഡി ടോക്ക്. ഇന്ന് നമ്മൾ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് ചിയ സീഡ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ചിയ സീഡ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എല്ലാം നമുക്ക് ഇന്ന് സംസാരിക്കാം. ഓക്കെ, ചിയ സീഡ്സ്. എന്താണ് ചിയ സീഡ്സ്? ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്. ഞാൻ ഫ്ലാക്സ് സീഡിന്റെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഫ്ലാക്സ് സീഡും ചിയ സീഡ്സും എല്ലാം സൂപ്പർ ഫുഡ്സിൽ പെട്ടതാണ്. ഇപ്പോൾ ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഇപ്പൊ മേലെ ലിങ്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിയ സീഡ്സ്. ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്, ഒരു സീഡാണ്, ഒരു ചെടിയുടെ സീഡാണ്. സാൽവിയ ഹിസ്പാനിക്ക എന്നാണ് ആ ചെടിയുടെ പേര്. ഇതൊരു മിന്റ് കാറ്റഗറിയിൽ പെട്ട ഒരു ചെടിയാണ്. അതായത് നമ്മുടെ പുതിന ചെടി ഉണ്ടല്ലോ, ആ പുതിനയുടെ അതേ സ്പീഷീസിൽ അല്ലെങ്കിൽ അതേ കാറ്റഗറിയിൽ പെട്ട ഒരു ചെടിയാണ് ഈ സാൽവിയ ഹിസ്പാനിക്ക എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന സീഡാണ് ചിയ സീഡ്സ്. ഇത് ചിയ സീഡ്സ് പണ്ടുകാലം തൊട്ടിട്ടേ ഉള്ള സീഡാണ്, ഇപ്പോൾ റീസെന്റ് വന്നതല്ല. പക്ഷെ നമുക്ക് അറിയുന്നത് ഇപ്പോഴാണ്. പണ്ട് തൊട്ട് തന്നെ മെക്സിക്കോയിലും US-ലൊക്കെ ഉണ്ടാവുന്നതാണ് ചിയ സീഡ്സ്. അവര് നമ്മുടെ ചോളം മാതിരി മെയ്സ് മാതിരിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും മായൻ കൾച്ചർ, ആസ്ടെക് കൾച്ചർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മായൻസും ആസ്ടെക്സും അതിലുള്ള ആൾക്കാരെല്ലാം പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ സ്റ്റേപ്പിൾ ഫുഡായിരുന്നു, മായൻസിന്റെ ഒക്കെ സ്റ്റേപ്പിൾ ഫുഡായിരുന്നു ഈ ചിയ സീഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് എനർജി വരാനും കുറെ നേരം വിശക്കാതിരിക്കാനും ഒക്കെ ഈ ചിയ സീഡിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ ഇത് കഴിച്ചിട്ടാണ് പോകുന്നത്. കുറെ നേരം വിശക്കാതിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ട് അവർ ഈ ചിയ സീഡ്സ് കഴിക്കാറുണ്ട്. അതാണ് അതിന്റെ ഹിസ്റ്ററി. ശരിക്കും പറഞ്ഞാൽ ചിയ സീഡ്സ് ഒരു ന്യൂട്രിയൻ പാക്ഡ് ഫുഡാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഉള്ളത്, ഇനി അതിന്റെ ബെനിഫിറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഉള്ളത് ഫൈബർ, ആന്റി ഓക്സിഡൻസ്, omega-3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ സിങ്ക്, മഗ്നീഷ്യം, സെലീനിയം, ഫോസ്ഫറസ്, കാൽഷ്യം ഒക്കെ ഉണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഡെയിലി കഴിക്കാം ഈ ചിയ സീഡ്. ഫ്ലാക്സ് സീഡിനെക്കാട്ടിലും, ഫ്ലാക്സ് സീഡ് ഞാൻ പറഞ്ഞു റോ ആയിട്ട് കഴിക്കരുത്, ഒന്നല്ലെങ്കിൽ പൊടിച്ചിട്ട് വേണം കഴിക്കാൻ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിയ സീഡിന് അത്ര അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് വെറുതെ കഴിക്കാം. കഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വെള്ളം നന്നായി അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കണം. ഇത് വെയിറ്റ് ലോസിനും ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാല് ഇത് ഞാൻ പറഞ്ഞല്ലോ വെള്ളം നന്നായി അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് വേറെയുള്ള ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് എല്ലാം കുറയും. അപ്പോൾ നമ്മളെ അങ്ങനെയാണ് ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് ഫ്ലാക്സ് സീഡിന്റെ മാതിരി തന്നെ ഒരു നട്ടി ഫ്ലേവർ ആണ്. ഇതുകൂടാതെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി പറയുന്നത് നമ്മളെ ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിന്നെല്ലാം ചുളിവ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിൻ ഷൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമാതിരി ഹാർട്ടിന്, ഡൈജഷന് ഒക്കെ നല്ലതാണ്. അതുമാതിരി മസിൽസ് ബിൽഡ് ചെയ്യാൻ, ബോൺസ് സ്ട്രോങ് ആക്കാൻ ഒക്കെ ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. നമുക്കിത് പല രീതിയിൽ കഴിക്കാം. സ്മൂത്തിയിൽ കഴിക്കാം, ഓട്സിൽ കഴിക്കാം, ഈവൻ നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് ഈ ചിയ സീഡ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. വെറുതെ കഴിക്കാൻ, സാലഡ്സിൽ ടോസ് ചെയ്യാം. ഇത് പൗഡർ ആക്കിയിട്ടും കഴിക്കാം. ഫ്ലാക്സ് സീഡ് മാതിരിയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, പൗഡർ ആക്കിയിട്ട് തന്നെ കഴിക്കണമെന്നോ അങ്ങനെയില്ല. നമുക്ക് വെറുതെ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏകദേശം 2 ടൈപ്പ് ഓഫ് ചിയ സീഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇങ്ങനത്തെ സിൽവർ കളറിൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ളതും, പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതും ഉണ്ട്. നമുക്ക് ഏകദേശം ഡെയിലി ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കാം. 2 ടേബിൾ സ്പൂണിൽ ഏകദേശം ഒരു 135 കാലറി ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 12 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പ്രോട്ടീൻ ഒരു 4.5 ഗ്രാം ഉണ്ട്.
ഫാറ്റ് ഒരു 8.5 ഗ്രാം ഉണ്ടാവും. അതുമാതിരി ഫൈബർ ഒരു 11 ഗ്രാം ഉണ്ട്. ഇത് ഒരു മുട്ട കഴിക്കാത്തവർക്ക് പറ്റിയ ഒരു റീപ്ലേസർ ആണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കണം, നമുക്ക് അപ്പോൾ മുട്ട യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിന് പകരം നമുക്ക് ഈ ചിയ സീഡ് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ബേക്കിംഗ് വീഡിയോസിൽ അല്ലെങ്കിൽ ബേക്കിംഗ് സീരീസിൽ കാണിച്ചു തരാം. ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സിലോട്ട് പോവുകയാണെങ്കിൽ, ചിലവർക്ക് ഇത് ഉറപ്പല്ല, ചിലവർക്ക് ഇത് ഈ സൈഡ് എഫക്ട്സ് കാണുന്നുള്ളൂ. ചിലവർക്ക് ഡയറിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗ്യാസ് മാതിരി തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ BP ഉള്ളവർക്ക് അല്ലെങ്കിൽ BP ഉള്ളവർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ചിലവർക്ക് ലോ BP ഉള്ളവർക്ക് ഈ ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം, ഡയബറ്റീസ് ഉള്ളവരായാലും ശരി, BP ഉള്ളവരായാലും ശരി, അതായത് ബ്ലഡ് പ്രഷർ ഉള്ളവരായാലും ശരി, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കാം. ചിലവർക്ക് സ്കിൻ അലർജി ഉണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡ്രിങ്ക് കാണിച്ചു തരാം, പെട്ടെന്ന് നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ഫ്ലാക്സ് സീഡ് മാതിരി തന്നെ ഇതും ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സിലോട്ട് ഒരു 2 സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 2 മണിക്കൂർ കുതിരട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും കണ്ടുമല്ലോ അതെല്ലാം കുതിർന്ന്, ഞാൻ പറഞ്ഞില്ലേ വെള്ളം നല്ലോണം വലിച്ചെടുക്കും, നല്ലോണം അബ്സോർബ് ചെയ്യുന്നതാണ്. എന്നിട്ട് നല്ല ഗുണ്ടുമണികളായിട്ട് വരുന്നതാണ്. തെറ്റിദ്ധരിക്കേണ്ട, ബേസിൽ സീഡ്സ് അല്ല, അതായത് സബ്ജ സീഡ്സ് അല്ല. ചിയ സീഡ്സും ബേസിൽ സീഡ്സും നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിന്റെ ലിങ്കുകളെല്ലാം ആമസോണിലും അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇപ്പൊ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചിയ സീഡ്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഡെയിലി ചിയ സീഡ്സ് ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.